Okay, good afternoon all. Okay, good afternoon. Good afternoon, ma'am. Okay. Well, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? IC എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പൊ അതുവരെയൊക്കെ ക്ലിയർ ആണോ? എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവരും വായിച്ചിട്ട് നോക്കിയായിരുന്നോ? ഓക്കെ, നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, ഇന്ന് ജൂൺ 14 അല്ലെ, ജൂൺ 14. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? Blood donation camp. ബ്ലഡ് ഡൊണേറ്റ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്, രക്തദാന ദിനമാണ് അല്ലെ. കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഇനി ഇൻകേസ് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജൂൺ 14 രക്തദാന ദിനമാണ് അല്ലെ. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ഡൊണേഷൻ ഡേ ആയിട്ടാണ് ജൂൺ 14 നമ്മൾ ആചരിക്കുന്നത്. ജൂൺ 14 രക്തദാന ദിനമാണെന്ന് പറഞ്ഞു. ഇനി ആരുടെ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ? ബ്ലഡ് ഡൊണേറ്റ് ഡേ ആയിട്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് ജൂൺ 14 ബ്ലഡ് ഡൊണേറ്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് ആർക്കെങ്കിലും പറയാമോ? അറിയാമോ? ആരും കേട്ടിട്ടില്ല? ഓക്കെ, കോൾ ലാൻഡ്സ്റ്റെയ്നർ എന്ന ഒരു ശാസ്ത്രജ്ഞന്റെ ജന്മദിനം കൂടിയാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്? നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലെ. എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ സെയിം ആണോ? അല്ല അല്ലെ. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ് അല്ലെ. ചിലവർക്ക് O പോസിറ്റീവ് ആയിരിക്കാം, ചിലവർക്ക് A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ മനുഷ്യ ശരീരത്തില് ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണെന്നും പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് കോൾ ലാൻഡ്സ്റ്റെയ്നർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന് ജൂൺ 14. അതിനാൽ ജൂൺ 14 നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, ഒരു പുതിയ അറിവല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? കോൾ ലാൻഡ്സ്റ്റെയ്നർ. നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ചിടാട്ടോ, എഴുതി വെക്കാം. ജൂൺ 14 ബ്ലഡ് ഡൊണേഷൻ ഡേ. എല്ലാവരും ഒന്ന് എഴുതണേ. ഓക്കെ, സ്പെല്ലിംഗ് പറയാം. കോൾ ലാൻഡ്സ്റ്റെയ്നർ. സ്പെല്ലിംഗ് നോക്കാം. KARL. കോൾ ഡോണർ. മിസ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, കിട്ടിയായിരുന്നോ? കോൾ ലാൻഡ്സ്റ്റെയ്നർ. കോൾ ലാൻഡ്സ്റ്റെയ്നർ. ഓക്കെ. എഴുതിയില്ല എല്ലാവരും?
ഓക്കെ, അപ്പൊ കോൾ ലാൻഡ്സ്റ്റൈനറിന്റെ ജന്മദിനമാണ് നമ്മള് എന്താ ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് അറിയാത്ത വ്യക്തികളാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണം കേട്ടോ. ഈ വ്യക്തിയുടെ പേരും ഓക്കെ ഈ ഡേയും ഓർത്തിരിക്കുക. കാരണം നമ്മളൊരു ഹോസ്പിറ്റൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത്. സോ നിങ്ങളുടെ ഡേയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അങ്ങനെയുള്ള ഇന്റർവ്യൂസിനും കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ഡേയ്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ട് വരുന്ന ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ് അല്ലെ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അല്ലെ. എത്ര ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അറിയാമോ? 6 ബ്ലഡ് ഗ്രൂപ്പുകള് 4 അല്ലേ? മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് അല്ലെ. എ ബി ആൻഡ് ഒ. നിങ്ങൾക്ക് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഓക്കെ, കമന്റ് ഇട്ടിട്ടുണ്ട് എ ബി ആൻഡ് ഒ. നമുക്കറിയാമോ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളാണ്. ഓക്കെ, നമുക്ക് ഇനി ചാപ്റ്ററിലോട്ട് കടക്കാൻ കേട്ടോ. ജസ്റ്റ് ടീച്ചർ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു എന്നുള്ളൂ. ഇനി കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നമുക്കത് അതുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ ICU പറ്റിയാണ് പഠിച്ചത്. നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയായിരുന്നു അല്ലെ. ഒരു ICU എന്താണ് എന്നുള്ളത് നമ്മളൊരു ഇൻട്രഡക്ഷനിലൂടെ നോക്കി. എന്താണ് ICU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്കൊന്ന് പറയാമോ? എല്ലാവർക്കും പറയാൻ സാധിക്കും, നമ്മൾ എടുത്തു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. ഒരാളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. എന്താണ് ICU എന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതൊന്ന് പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ആരില്ലേ പറയാ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തെറ്റിപ്പോകുന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ പറഞ്ഞോളൂ. എമർജൻസി സർജറി കഴിഞ്ഞ പേഷ്യന്റിന് ഒരു അതായത് ഒരു ഹോസ്പിറ്റലിലെ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. അത് ക്രിട്ടിക്കൽ ആയിട്ട് ഇല്ലായിട്ടുള്ള അതുപോലെ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഇവിടെ പ്ലാൻഡ് ആയിട്ട് ഒരാളെ അഡ്മിറ്റ് ചെയ്യും, അല്ലാതെ ആക്സിഡന്റ് ആയിട്ട് വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ളവരെയും അഡ്മിറ്റ് ചെയ്യും. പറഞ്ഞത് കറക്റ്റാണ്. അതായത് എന്താണ് ഇന്റൻസീവ് കെയർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ഒരു പ്രധാന ഒരു യൂണിറ്റ് ആണ് അല്ലെ. അവിടെ കൂടുതലായിട്ടും ക്രിട്ടിക്കലി ഓർ ഇഞ്ചേർഡ് പേഷ്യൻസിനാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഒത്തിരി മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് ലഭിക്കുന്നു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എമർജൻസി വാർഡിൽ നിന്നോ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസസ് ക്രിട്ടിക്കൽ കേസസിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള കേസസുകളിൽ നിന്ന് ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ടോ ആണ് പേഷ്യൻസിനെ നമ്മൾ ICUവിൽ അഡ്മിറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ പറഞ്ഞു who are cared for in the ICU അല്ലെ. ആരൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ വരുന്ന സിറ്റുവേഷനിലാണ് ICUവിൽ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞു സെർവർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, സ്പൈനൽ സർജറി, ട്രോമ പേഷ്യന്റ്, സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ് അല്ലെ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കുറച്ച് കോമൺ ടൈപ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. കോമൺ ടൈപ്പ് പറഞ്ഞു. ഇതിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു NICU ആർക്ക് വേണ്ടിയിട്ടാണ് NICU? ശിശുക്കളെ, കുട്ടികളുടെ കുട്ടികളെ ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. നവജാത ശിശു. നമ്മൾ നോക്കിയായിരുന്നു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലെ. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു ഓപ്പൺ യൂണിറ്റ് ഉണ്ട്, ക്ലോസ്ഡ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. വിശദീകരിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ദെൻ നമ്മൾ പറഞ്ഞു സ്റ്റാഫിംഗ് അല്ലെ. ഒരു മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, അതിനുള്ളിൽ ആരൊക്കെയുണ്ട്? ഒരു ICU ഇൻചാർജ് ഉണ്ടാവാം, ഒരു റെസിഡന്റ്,
ഡോക്ടർ ഉണ്ടാവും, സീനിയറും അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർ ഉണ്ടാകാം. ദെൻ നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടാകും അല്ലെ. ദെൻ നഴ്സിംഗ് സ്റ്റാഫ്, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ്. പിന്നെ നമ്മൾ ആ പേഷ്യന്റ് റേഷ്യോ ഒക്കെ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ICU ടെക്നീഷ്യന്മാരുണ്ടാകും. ദെൻ നഴ്സിംഗ് എയ്ഡ്സ് ഉണ്ട് അല്ലെ. ദെൻ രജിസ്ട്രാർ, ICU രജിസ്ട്രാർ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പോസ്റ്റ് MD ആണ്. അയാൾക്ക് എന്താണ് കൂടുതൽ എക്സ്പീരിയൻസിനൊക്കെ ശേഷം കൺസൾട്ടന്റ് ചെയ്യാം. പിന്നെ എത്ര മണിക്കൂറാണ് ഒരു സീനിയർ അല്ലെങ്കിൽ ജൂനിയർ സ്റ്റാഫിന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്? 12 hours. 12 hours ആണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ നമ്മള് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ക്ലാസ്സില്. പറഞ്ഞു. അവിടെ വരെയല്ലേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലേ നമ്മൾ നോക്കിയായിരുന്നു. ഏതൊക്കെ തരത്തിലാണ് ക്രൈറ്റീരിയകൾ വരുന്നത് നമ്മൾ പറഞ്ഞു. പ്രയോറിറ്റൈസേഷൻ അക്കോർഡൻസ്. നിങ്ങളൊന്ന് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ഒന്ന് വായിച്ചു നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തവരുണ്ടാവും അല്ലെ ഈ ക്ലാസ്സില്. ഓക്കെ, നിങ്ങളപ്പോ അതൊന്ന് റെക്കോർഡ് ക്ലാസ്സസ് കാണുക. ദെൻ നിങ്ങൾ സ്വയം ഒന്ന് ആ പോർഷൻസ് ഒന്ന് വായിക്കുക, ഇതൊന്ന് സ്വയം മനസ്സിലാക്കുക. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം അതൊന്ന് ചോദിക്കുക. അപ്പൊ അത് ക്ലിയർ ആക്കി തരാം കേട്ടോ. നിങ്ങൾ ക്ലാസ് പരമാവധി മുടക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ക്ലാസ് കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പോയിന്റ്സുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു യാതൊരു കണക്ഷനും ഉണ്ടാവില്ല കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർക്കാണെങ്കിൽ കേട്ടോ. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നത്. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഡേ ടു ഡേ. ക്ലാസ് റൂമിൽ പറഞ്ഞ ക്ലാസ് ആണ് മാം. ഏതാണ്? ക്ലാസ് റൂമിൽ കൊടുത്തേക്കണ ക്ലാസ് നോട്ട്സ് ആണോ റെക്കോർഡ് ക്ലാസ്? നമ്മൾ ഈ ഒരു സെയിം ക്ലാസ് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് വീഡിയോ സെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് മേ ബി ഓൾറെഡി നമുക്ക് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സെയിം ക്ലാസ് തന്നെ നമുക്ക് വീഡിയോ ലിങ്ക് അയച്ചു തരുന്നത് കേട്ടോ. ക്ലാസ് എടുക്കുമ്പോ കാണിക്കുന്നതല്ലേ? നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് അത് റെക്കോർഡ് ക്ലാസ് ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ലൈവിൽ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ, ഡെയിലി കയറാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ ആ ഒരു ക്ലാസ് കാണുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് അല്ലെ. ഓരോ ദിവസത്തെ പ്രൊസീജിയേഴ്സ്, ICUവിനുള്ളിലുള്ള ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ICUവിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ അവിടെ ഒരു ബൈസ്റ്റാൻഡർ നിൽക്കാറുണ്ടോ? ICUവില് നമ്മളുടെ അറിവിൽ നിന്നിട്ടുണ്ടോ? നമ്മളൊരു ഹോസ്പിറ്റലിലോ വാർഡിലോ അല്ലെങ്കിൽ റൂമിലൊക്കെയാണ് അഡ്മിറ്റ് ആവുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഒപ്പം ഒരു ബൈസ്റ്റാൻഡർ നിൽക്കും അല്ലെ. അതെ. ഓക്കെ, അപ്പോ ICUവിൽ നമ്മളൊരു ബൈസ്റ്റാൻഡറിന്റെ ആവശ്യമില്ല അല്ലെ. നമുക്ക് അവിടെ എന്താണ് അതിനുള്ള എക്യുപ്മെന്റ്സും അതിനുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനാൽ നമുക്കൊരു ബൈസ്റ്റാൻഡറിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് അറിയണ്ടേ എങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെന്നും. അതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. അതായത് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ആ ഒരു എല്ലാ ഡേയ്സിലും നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒരാളൊന്ന് ഫസ്റ്റ് പോയിന്റ് വായിക്കൂ. വായിച്ചോളൂ. Connection with the parent unit is necessary for proper treatment of patients in ICU. വായിച്ചോ, 3 പോയിന്റ് വായിച്ചോ കേട്ടോ. കണ്ടിന്യൂ. Routine ICU rounds shall be held in morning at 9 to 11 a.m. under whom patient is admitted. The main decision regarding treatments is taken in these rounds. The treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to the patient. Okay, first point എന്തായിരുന്നു? Connection with the parent unit is necessary for proper treatment of patient in ICU അല്ലെ. നോട്ട്സ് നമ്മളെ കൊടുത്തിട്ടില്ല. നോട്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക.
ദെൻ നമുക്ക് തന്നിരിക്കുന്ന PDF കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. എക്സ്ട്രാ നോട്ട് ഉണ്ടെങ്കിൽ അതാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ടൈമിൽ നമുക്ക് എപ്പോഴും നോട്ട്സ് തരാനായിട്ട് സാധിക്കില്ലല്ലോ. ആ ഒരു 1 hour കൊണ്ട് നമുക്ക് ക്ലാസ് എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലാസ് കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് തരും. ദെൻ നിങ്ങൾ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് കരുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ്ലി ചോദിക്കാറുണ്ട് എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വയം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഡെയിലി നോട്ട്സ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യന്റ് ഇൻ ICU അല്ലെ. അതായത് പാരന്റ് യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേസിക് ആയിട്ടുള്ള പാരന്റ്, അതായത് ഒരു മാതൃകാ യൂണിറ്റ് അല്ലെ. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് മീൻസ് നമ്മൾ ഒരു ICUലോട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ള ക്രിട്ടിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യൂലേ. സഡൻലി പെട്ടെന്ന് ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ ഇപ്പൊ ഓക്സിജന്റെ കുറവുണ്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ വെക്കണോ, ഓക്സിജൻ മാസ്ക് വെക്കണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പേഷ്യന്റിന് നമ്മൾ ICU ബെഡിൽ കിടക്കുന്നത് അല്ലെ. അപ്പോ അതിനുവേണ്ടി ഫസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ പാരന്റ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫസ്റ്റിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അതാണ് ഈ പാരന്റ് യൂണിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു പാരന്റ് യൂണിറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം. പ്രോപ്പർ ട്രീറ്റ്മെന്റിന് വേണ്ടി ICU ട്രീറ്റ്മെന്റിന് ഈ പാരന്റ് യൂണിറ്റ് തമ്മിൽ നല്ലൊരു കണക്ഷൻ വേണം. നിങ്ങൾ വേറെ എന്താ പറയാ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കില്ലേ നമ്മള്, എന്നിട്ടാണല്ലോ ആളെ നമ്മൾ ബെഡിൽ കിടത്തുക. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നൽകുന്നതാണ് ഈ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാരന്റ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം. ഇതിനു വേണ്ടി പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടരാനായിട്ട് വേണ്ടി. ഫസ്റ്റ് പോയിന്റ് പറയുക. സെക്കൻഡ് പോയിന്റ് വായിക്കാം. Routine ICU rounds shall be held in morning at 9 to 11 a.m. under whom patient is admitted. The main decision regarding treatment is taken in these rounds. അല്ലെ, എന്താണ് അവിടെ പറയുന്നത്? അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഒന്ന് പറയാമോ? സെക്കൻഡ് പോയിന്റ് എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ആർക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഏത് ഡോക്ടറാണോ നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്തത് ആ ഡോക്ടർ 9 to 11 AM, അതായത് 9 മണിയുടെയും 11 മണിയുടെ ഇടയിൽ നമ്മളെ ഒന്ന് റൗണ്ട്സ് ഉണ്ടാകുന്നാണ് പറയുന്നത്. ഓക്കെ, നൗഷിത പറഞ്ഞത് ഓക്കെയാണ്. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആവുമ്പോൾ നമ്മൾ ഡെയിലി രാവിലെ ഡോക്ടർ റൗണ്ടിന് വരൂലേ. ചിലപ്പോ ഒരു 9 മണി ആ ഒരു ടൈമിൽ റൗണ്ട്സിന് വന്നതിന് ശേഷമാണ് ആള് മറ്റു രോഗികളെ നോക്കാനായിട്ട് അവിടെ ഡോക്ടേഴ്സിന്റെ റൂമിൽ പോയിരിക്കുന്നത് അല്ലെ. നമുക്ക് അതൊരു ഡെയിലി റൊട്ടീനാണ് ഡോക്ടേഴ്സ് റൗണ്ട് വിസിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഡോക്ടർമാര് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബൈസ്റ്റാൻഡർ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടറെ എങ്ങനെയുണ്ട്, കുറവായോ, ഡിസ്ചാർജ് ആവാനായിട്ട് പറ്റുമോ, എന്നത്തേക്ക് ഡിസ്ചാർജ് ആകും എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഡോക്ടറോട്? ആ ഒരു റൗണ്ട്സിൽ വരുമ്പോൾ നമ്മൾ ഡോക്ടറോട് നേരിട്ട് ചോദിക്കും അല്ലെ. സോ അതുപോലെ തന്നെയാണ് ICUവിലും ഡോക്ടർ റൗണ്ട്സിന് വരും. ആ ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9 to 11, 9 മണിക്കും 11 മണിക്കും ഇടയിലുള്ള ആ ഒരു ടൈമിലാണ് ഈ ഒരു ICUവില് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നത്. ഇനി ആ ഒരു ടൈമില്, ആ റൗണ്ട്സിന് വരുന്ന ടൈമിലാണ് ആ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ രോഗിനെ നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബാക്കി ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു റൗണ്ട്സിന് ശേഷം ഡോക്ടർ തീരുമാനിക്കും. നമ്മൾ സാധാ നോർമല് വാർഡിലും അങ്ങനെയൊക്കെ കിടക്കുന്നത് പോലെ തന്നെ ആ ഒരു റൗണ്ട്സിന് ശേഷമാണ് ഡോക്ടർ ആ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒന്ന് എല്ലാവരും സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാട്ടോ സെക്കൻഡ് പോയിന്റ്. ഇനിയിപ്പോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണല്ലോ. Then third point നോക്കാം. The treatment initiated to patient is written by the senior resident posted. In ICU, extensive care is given to patient. അല്ലെ, അതായത് എന്താണ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേതൃത്വം നൽകുക.
ഈ ഒരു ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഉണ്ട് മാം. Yes, ma'am. ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് സ്ക്രീൻ കാണുന്നില്ല എന്ന് കമന്റ് വന്നായിരുന്നു. കാണുന്നുണ്ട്. എല്ലാവർക്കും കാണുന്നില്ലേ? ബാക്കി എല്ലാവർക്കും Yes, ma'am. കാണാം. ഓക്കെ. ഇനിയിപ്പോ ഇതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടോ. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോ റേഞ്ചിന്റെ പ്രോബ്ലം എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണേ. കാണുന്നില്ല എന്ന് പറഞ്ഞ ആളോടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പോ ഇനിഷ്യേറ്റഡ് അതായത് പേഷ്യന്റിന്റെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇനിഷ്യേറ്റ് ചെയ്തത് ഒരു സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ ഒരു സീനിയർ ഡോക്ടർ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഒരു സീനിയർ ഉണ്ട്, ഒരു ജൂനിയർ ഉണ്ട് അല്ലെ. ആ ഒരു സീനിയർ റെസിഡന്റ് ആണ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് നേതൃത്വം വഹിക്കുക. Then ICU extensive care is given to patient. രോഗിക്ക് വിപുലമായിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലും വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള പരിചരണം നൽകുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ് ആണ്. ഓക്കെയാണോ? 3 പോയിന്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പാരന്റ് യൂണിറ്റ് ആയിട്ട് ഒരു കണക്ഷൻ വേണം ട്രീറ്റ്മെന്റിന്. ദെൻ നമ്മൾ പറഞ്ഞു ICU റൗണ്ട്സ് എന്ന് പറയുന്നത് 9 to 11 ആണ്. ദാറ്റ് ടൈമിലാണ് തുടർ ചികിത്സയും കാര്യങ്ങളും ഡോക്ടർ തീരുമാനിക്കുക. ദെൻ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഒരു സീനിയർ റെസിഡന്റിന്റെ നേതൃത്വത്തിലാണ്. ആ ഒരു നേതൃത്വത്തിലാണ് വിപുലമായിട്ടുള്ള പരിചരണം നൽകുന്നത്. ഇതാണ് നമ്മൾ 3 പോയിന്റ് ഡേ ടു ഡേ പ്രൊസീജിയേഴ്സിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് പോർഷനിലോട്ട് പോണേണ്. എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ചാപ്റ്റർ ആണിത്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നോക്കാം കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഇനി അപ്പോ പേഷ്യന്റ് കിടന്നു, നമ്മൾ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കി. ദെൻ ആളെ നമ്മൾ ഡിസ്ചാർജ് ആക്കിയാണ് കേട്ടോ. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ട് ഡിസ്ചാർജ് ആയെന്ന് പറയുമ്പോ അപ്പൊ തന്നെ സാധനങ്ങളിലേക്ക് കുത്തു പോകാനായിട്ട് പറ്റുമോ? ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ നമ്മൾ പോകുന്നത്? അതിന് ബില്ലൊക്കെ പേ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ടെസ്റ്റുകളുടെ റിസൾട്ട്സും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടോ? ഡോക്ടറെ പോയിട്ട് കാണേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ എന്താണ് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ എന്താണ് പറയാ, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ICUയിലെ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ? ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ഫ്ലോയിൽ സ്പീഡ് കൂടുണ്ടാ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും അങ്ങനെ ഭയങ്കര സ്പീഡാണ് ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിലൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ വായിച്ചോളൂ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. 3 വായിച്ചോളൂ സജ്ജന. ഓക്കെ, discharge procedures. Patients who are recovered and are steady can be discharged. Patients in whom immediate treat is issued lessened but needs close observation can either be discharged towards or in intermediate care areas depending on need for ICU beds. Patients in whom death is agreed to be impending, even if intensive care continued, again kept in ICU depending on availability of resources. ഓക്കെ, സജ്ജന വായിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടോ? പേഷ്യന്റ് റിക്കവേർഡ് ആയിക്കഴിഞ്ഞാൽ ശരിയായി തോന്നിക്കഴിഞ്ഞാൽ അവരെ സ്റ്റഡി ചെയ്തിട്ടാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ആവശ്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതല്ലേ പറഞ്ഞതൊക്കെ ശരിയാണ്. ഓക്കെ കേട്ടോ. അപ്പൊ ഒന്നും കൂടി വിശദീകരിക്കാം, നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ് അല്ലെ. പേഷ്യന്റ് രോഗത്തിൽ നിന്നും റിക്കവർ ആയോ സ്റ്റഡി ആയോ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കണേണ്. അയാൾക്ക് ഒരു മാറ്റമില്ല. മരുന്ന് വെച്ചിട്ട് എന്താ പറയാ, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല.
അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിക്കോന്ന് പറയാറുണ്ടോ ഹോസ്പിറ്റലുകാര്? ഒരിക്കലും പറയില്ല അല്ലെ. ആള് റിക്കവറി ആയോ സ്റ്റഡി ആയോ ഒക്കെയാണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. റിക്കവറി ആയോ സ്റ്റഡി ആയോ എങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. Patients in whom immediate threat is lessened but needs close observation can either be discharged towards or in intermediate care areas depending on need for ICU beds. എന്താണ് അവിടെ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്? ആർക്കെങ്കിലും മനസ്സിലായോ? അതായത് പേഷ്യൻസ് ഇൻ whom immediate is lessened അല്ലെ, അതായത് പേഷ്യന്റിന്റെ നമുക്കറിയാം ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണല്ലോ ICUല് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. സോ ആ പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ ലെവലിൽ നിന്നും കുറച്ച് ആ ഒരു രോഗത്തിന്റെ തീവ്രത കുറഞ്ഞു, ലെസൻഡ് ആയി, അതായത് കുറഞ്ഞു, രോഗ തീവ്രത കുറഞ്ഞു. പക്ഷേ എന്താണ്, ആൾക്ക് നിരീക്ഷണം ആവശ്യമാണ് അല്ലെ, ഒരു ഒബ്സർവേഷന്റെ ആവശ്യമുണ്ട്. വീട്ടിലേക്ക് ഡിസ്ചാർജ് വിടാൻ പറ്റില്ല. ബട്ട് എന്താണ്, ആ ഒരു തീവ്രത കുറഞ്ഞു രോഗത്തിന്റെ. ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആള് നമ്മൾ പറയില്ലേ, എന്താ പറയാ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തരണം ചെയ്തു അല്ലെ, അങ്ങനെയുള്ള ആ ഒരു സെക്ഷൻ കഴിഞ്ഞു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ അങ്ങനെ ആ ഒരു അസുഖത്തിന്റെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആ തീവ്രത കുറഞ്ഞെങ്കിലും ആൾക്ക് നിരീക്ഷണം ആവശ്യമായിട്ട് വരാം. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ട് മാറ്റും. ഇന്റർമീഡിയറ്റ് ഏരിയ മീൻസ് ഇതുപോലെയുള്ള ICUയോട് ചേർന്നിട്ടുള്ള ഒബ്സർവേഷൻ ഏരിയകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഏരിയയിലോട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മള് വാർഡുകളില്ലേ, ഹോസ്പിറ്റൽ വാർഡിലേക്ക് മാറ്റും. അതായത് ഡയറക്ട്ലി ഡിസ്ചാർജ് ചെയ്ത ആളെ വീട്ടിലേക്ക് വിടുകയല്ല ചെയ്യുക. ആളുടെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കുറച്ച് നേരിയ മാറ്റം അല്ലെ, ഒരു റിക്കവറി ഉണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ടോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ആ സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ഒന്ന് വായിക്കാട്ടോ. സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി വായിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ മീനിങ് ഒന്ന് മനസ്സിലൊന്ന് മൈൻഡിൽ കാണാം, എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. സെക്കൻഡ് പോയിന്റ് ഓക്കെ, വായിച്ചു എല്ലാവരും സെക്കൻഡ് പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് കേട്ടോ, ലാസ്റ്റ് വൺ നോക്കാം. Patients in whom death is agreed to be impending even intensive care is continued again kept in ICU depending on availability of resources. നോക്കാം, patient in whom death അല്ലെ, നമുക്കറിയാം ചില സിറ്റുവേഷൻസില് ഇപ്പോ ഒരു കുട്ടി എന്താ പറയാ ICUല് അഡ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഉണ്ടാവും. പക്ഷെ ആള് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ 24 hours കഴിഞ്ഞു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടും ഒരു മരുന്നിനോടും ആളുടെ ബോഡി പ്രതികരിക്കുന്നില്ല അല്ലെ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല, മരുന്നുകളോടൊന്നും പ്രതികരിക്കാത്തൊരവസ്ഥ വന്നേക്കാം അല്ലെ. അപ്പൊ ആൾ റിക്കവറി ആകോ റിക്കവറി ആവില്ല അല്ലെ. നമുക്ക് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ഇങ്ങനെ മരുന്നിനോട് ആളെ നമുക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. എന്താ പറയാ, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഒരു പ്രതികരണം ഒന്നും ആളിൽ നിന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. സോ അങ്ങനെയുള്ള കേസസുകളൊക്കെ വരില്ലേ, അതായത് റിക്കവറി ആകുന്നില്ല. ചിലപ്പോ ICUല് തുടർന്ന് പോവുകയാണെങ്കിലും ആൾക്കൊരു മാറ്റം വരില്ല, ആള് മരുന്നിനോട് പ്രതികരിക്കില്ല, റിക്കവറി ആകില്ല. ചിലപ്പോ ആ ഒരു സിറ്റുവേഷനിൽ പോലും ആൾക്ക് മരണം സംഭവിക്കാം. എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്ചാർജ് കൊടുക്കും. കാരണം അങ്ങനെ ആ വ്യക്തിയെ ICUല് ഇങ്ങനെ അഡ്മിറ്റഡ് ആക്കിയിട്ട് ഒരു കാര്യവുമില്ല അല്ലെ. നമ്മള് എന്താ ചെയ്യാം, നമ്മളങ്ങനെ ട്രീറ്റ്മെന്റ് തുടർന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് എന്താണ്, ആള് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല, മരണം വരെ സംഭവിക്കാം അല്ലെ. അങ്ങനെയുള്ള കേസസ് വരുമ്പോഴും പിന്നെ അങ്ങനെയുള്ള പേഷ്യൻസിന് ICUയിൽ കിടത്തിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. മാക്സിമം ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്താണ്, ഒരു പേഷ്യന്റിനെ രക്ഷിക്കാനല്ലേ ശ്രമിക്കുക. അപ്പൊ അവരാൾ കഴിയുന്ന ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, മേ ബി ഇങ്ങനെ കിടന്നതുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും.
ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റിൽ വരുന്നത്. ക്ലിയർ ആയില്ലെന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം കേട്ടോ, നോക്കാം. നമുക്കറിയാം ഇപ്പോ ICUല് പേഷ്യൻസ് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചില പേഷ്യൻസ് മരുന്നിനോടൊന്നും പ്രതികരിക്കില്ല. നമ്മളിപ്പോ ഒരു മാക്സിമം ഡോക്ടേഴ്സ് നോക്കും മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് അല്ലെ. ഇപ്പോ ഒരു 1 ഡേ നോക്കി അല്ലെങ്കിൽ 2nd ഡേ നോക്കി, എന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ല, ആള് പ്രതികരിക്കുന്നില്ല, അത് ബോഡി ഒന്നിനോടും പ്രതികരിക്കുന്നില്ല, അനക്കങ്ങളില്ല, ചലനങ്ങളില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ചിലപ്പോ മരണം വരെ സംഭവിക്കാം. അങ്ങനെ നമ്മൾ ICUവിൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആൾക്ക് യാതൊരു റിക്കവറി വരാൻ പോകുന്നില്ല എന്ന് ഡോക്ടേഴ്സിന് അറിയാം അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അതാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ കൂടുതൽ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നത്. ജസ്റ്റ് എന്താണോ അതിൽ പറയുന്നത് ആ മീനിങ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് അതിൽ കൂടുതൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ചില പോയിന്റ്സുകൾ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ 3 പോയിന്റുകൾ കേട്ടോ. അതുകൂടി 3 പോയിന്റുകൾ ഒന്ന് വായിക്കാം. ഓക്കെ, ഒരാളൊന്ന് ഫസ്റ്റ് ആ 3 പോയിന്റ് ഒന്ന് വായിച്ചേ. ഇനി ഇതുവരെ വായിക്കാത്തവരാരൊക്കെയാണ്? വേഗം വായിച്ചോളൂ. ഓരോരുത്തർ വായിക്കണം കേട്ടോ. പറയുമ്പോ എല്ലാവരും ഇൻക്ലൂഡഡ് ആയിരിക്കണം ക്ലാസ്സില്. ഓക്കെ ഓക്കെ, വായിച്ചോളൂ. Patients who are recovered and are steady can be discharged. Patients in whom immediate ഫസ്റ്റ് പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകൂ. ഫസ്റ്റ് പോയിന്റ് എന്താണ് അവിടെ പറയുന്നത്? ഫസ്റ്റ് പോയിന്റില് patients who are recovered and are steady can be discharged. പേഷ്യൻസ് എന്താ സുഖാന്ന് വെച്ചാൽ അതിനകത്ത് റിക്കവർ ആവുമോ അവര് സ്റ്റഡി ആവുമോ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ഒരാൾ പേഷ്യൻസിന് സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് വൺ. അടുത്ത ഒരാൾ വായിക്കൂ. Patient in whom immediate close observation is discharged towards or in intermediate care areas depending on needs for ICU bed. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഷഹന? പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ ലെവൽ കുറഞ്ഞു, അതായത് അവരെ ഒബ്സർവേഷനിലോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയസിലോ മാറ്റാം എന്നാണ് ഒരു. അതായത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് തീവ്രതയൊക്കെ കുറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ പക്ഷെ ആൾക്ക് ഒബ്സർവേഷന്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആളെ എന്ത് ചെയ്യും? ഇന്റർമീഡിയറ്റ് ഏരിയയിലോട്ടോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്. നെക്സ്റ്റ് വൺ. തേർഡ് പോയിന്റ് വായിച്ചോ. Patients in whom death is agreed to be impending even if intensive care is continued, again kept in ICU depending on availability of resources. ചില പേഷ്യൻസ് ICUവിൽ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടെങ്കിലും റിക്കവറി ഒന്നും ഉണ്ടാവില്ല, മെഡിസിനോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. ചിലപ്പോൾ അവർക്ക് മരണം വരെ സംഭവിച്ചേക്കാം. പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കൊടുത്തിട്ടും പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും ഡോക്ടേഴ്സ്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, നമ്മള് പഠിച്ച് വരുന്നതിലേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം വരും അല്ലെ. ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. കുറെ ഗ്യാപ്പുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഇതിനെപ്പറ്റി ഒന്നും ഒരു അത്യാവശ്യം നമ്മള് എന്താണ് ഒരു പനി വെച്ചപ്പോയോ വരുമ്പോ ഹോസ്പിറ്റലിൽ പോകണതല്ലാണ്ട് അതിനെപ്പറ്റി ഒന്നും അറിയാത്തവരും ഉണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഓരോ ക്ലാസ്സുകൾ പഠിച്ചത് ശരിയായിക്കോളൂ കേട്ടോ. നിങ്ങൾ അതോർക്ക് ടെൻഷനൊന്നും വേണ്ട. എളുപ്പമാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്തായാലും നമ്മൾ കോഴ്സിൽ ചേർന്നില്ലേ, അപ്പൊ അത് പൂർത്തീകരിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളാൽ പറ്റുന്ന പല തരത്തിൽ ഇത് ചെയ്യാം. നിങ്ങൾ പഠിക്കാം കേട്ടോ. അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിക്കാം. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. നെക്സ്റ്റിലോട്ട് പോണേ കേട്ടോ. ഈ ഒരു സെക്ഷൻ കൂടി നമുക്ക് ഇന്ന് എടുക്കാനുണ്ട്. നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ICU, ഇൻചാർജ് ഓഫ് ICU. നമ്മൾ പറഞ്ഞില്ലേ ICUല് ഒരു ഇൻചാർജ് ഉണ്ട്, ഒരു സെക്രട്ടറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ ഒരു പോയിന്റില്. എന്താണ് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ്? നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു വാർഡിലാണെങ്കിലും അവിടെ ഒരു വാർഡ് ഇൻചാർജ് നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ.
ആ ഇൻചാർജ് നഴ്സ് അല്ലേ അവർക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളും സമ്മറിയും ഡീറ്റെയിൽസും പേഷ്യൻസ് സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതുന്നത് ആരാണ്? ആ ഇൻചാർജ് ആയിരിക്കും. അതുപോലെ ICUന്റെ ഉള്ളില് ഒരു ഇൻചാർജ് ഉണ്ടാകും. ആ ഇൻചാർജിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് ഒരു ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം? കോപ്പി നോക്കാം. അല്ലാത്തവര് സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിൽ വായിക്കാം, മീനിങ് ഒന്ന് മൈൻഡിൽ കാണാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ എ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. എന്താണ് പറയുന്നത്? അത് റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവിലെ അല്ലെങ്കിൽ ആ ഒരു ഭരണ നിർവഹണത്തിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആ മാനേജ്മെന്റിലെ ഒരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണെന്ന് നമ്മൾ പറയില്ലേ. ഒരു ക്ലാസ് ലീഡർ ഉണ്ടാവില്ലേ? ഇപ്പൊ ഒരു 50 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഒരു 50 കുട്ടികളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ക്ലാസ് ലീഡർ എന്ന് പറയുന്നത് അല്ലെ. ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഒരു ക്ലാസ് ലീഡർ അല്ലേ. സെയിം അതുപോലെ തന്നെയാണ് ICUവിലെ ആ ഒരു യൂണിറ്റിലെ ഒരു ലീഡറാണ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രതിനിധി ആയിട്ടാണ് ICU ഇൻചാർജിനെ കാണുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഒന്നും കൂടെ പറയോ? ഓക്കെ, നമ്മളൊരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട് അല്ലെ. നമ്മളൊരു ക്ലാസ്സിലെ ലീഡറെ തെരഞ്ഞെടുക്കാറില്ലേ? ഓരോ ക്ലാസ്സിലും നമ്മള് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലേ ഒരു ക്ലാസ് ലീഡറെ വെക്കാറില്ലേ? ആ ഒരു ക്ലാസ് ലീഡർ അല്ലേ അത്രയും കുട്ടികളുടെ നേതൃത്വം വഹിക്കുന്നത്, ഒരു മേൽനോട്ടം വഹിക്കുക. അതുപോലെ തന്നെ ICUവിൽ നമ്മൾ പറഞ്ഞു കുറെ നഴ്സുമാരും ടെക്നീഷ്യന്മാരും എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്കുള്ളില്ല ആ ഒരു യൂണിറ്റിന്റെ ഒരു ലീഡറായിട്ട്, ഒരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയായിട്ട്, റെപ്രസെന്റേറ്റീവ് എന്ന് വെച്ചാൽ പ്രതിനിധി, ഒരു ലീഡറായിട്ടാണ് ഒരു ICU ഇൻചാർജ് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ് നോക്കാം. പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ അല്ലെ. പ്രൊവൈഡ് ചെയ്യുക കണ്ടിന്യൂറ്റി ക്ലിനിക്കൽ കെയർ. ക്ലിനിക്കൽ കെയർ മീൻസ് എന്താണ്? അതായത് ട്രീറ്റ്മെന്റ് അല്ലെ. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു മേൽനോട്ടം വഹിക്കേണ്ടതും ഇൻചാർജ് ആണ്. അതായത് ട്രീറ്റ്മെന്റ് നൽകുക എന്നുള്ളൊരു അർത്ഥം അന്ന് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുക, നേതൃത്വം വഹിക്കുക. സെക്കൻഡ് പോയിന്റ് ക്ലിനിക്കൽ കെയർ, അതായത് ട്രീറ്റ്മെന്റ് അവർക്കുള്ള ഒരു പരിചരണം എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipments. എന്താണ് അവിടെ പറയുന്നത്? അറേഞ്ച് ചെയ്യുക ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ലീഡറെ പോലെ അയാൾ പ്രവർത്തിക്കേണ്ടത് അവിടെ ജൂനിയർ സ്റ്റാഫുകൾക്ക്, അയാൾക്ക് കീഴില് ലീഡറിന് കീഴില് നഴ്സുമാരും ടെക്നീഷ്യന്മാരും സ്റ്റാഫുകളൊക്കെ ഉണ്ടാവില്ലേ? അവർക്കൊക്കെ എന്ത് ചെയ്യാ? ഒരു മേൽനോട്ടം വഹിക്കണം. അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. ഒരു ലീഡറിനെ പോലെ ഒരു നേതൃത്വം വഹിക്കുക. ദെൻ പിന്നെ എന്താണ് പറയുന്നത്? നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ. പേഷ്യൻസിനെ നോക്കുന്നത് അല്ലെങ്കിൽ രോഗികളുടെ പരിചരണം മാത്രമല്ല അവിടെ വേണ്ടത്. എന്താണ് അവിടെ വേണമെന്ന് പറഞ്ഞത്? ബട്ട് ഓൾസോ അൺഫെമിലിയർ എക്യുപ്മെന്റ്സ്. നമ്മൾ പറഞ്ഞു മോണിറ്ററിങ്ങും അല്ലാതെ തന്നെ എന്താണ് ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. ഈ എക്യുപ്മെന്റ്സിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഒരു പരിചയമൊക്കെ വേണ്ടേ അവിടെ നിൽക്കുന്ന ആളുകൾക്ക്? ടെക്നീഷ്യന്മാരുണ്ടാകും എങ്കിലും നഴ്സസിനായാലും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നില്ല, അപ്പോ അത് പ്രവർത്തിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും എങ്ങനെയാണ് അതിന്റെ കണക്ഷൻസും കാര്യങ്ങളും ഇതിനെപ്പറ്റി എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോ അതിനുള്ള ഒരു അറിവ് ഈ ICU ഇൻചാർജ് അവർക്ക് നൽകണം. നിർദ്ദേശങ്ങൾ ജൂനിയർ സ്റ്റാഫിന് നൽകുക അല്ലെങ്കിൽ അത് ക്രമീകരിക്കുക. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. അതായത് മേൽനോട്ടം വഹിക്കണം ജൂനിയർ സ്റ്റാഫിന്റെ പ്രവർത്തനങ്ങളെ. നമ്മൾ ക്ലാസ് ലീഡറിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് വെച്ച് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് ബാക്കി അയാളുടെ കീഴില് ഇൻചാർജിന്റെ കീഴില് വരുന്ന ഒരു ജൂനിയർ സ്റ്റാഫിനും അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുടെ ഒക്കെ കാര്യങ്ങളിൽ അവരുടെയൊക്കെ പ്രവർത്തനത്തിൽ ഒരു മേൽനോട്ടം വഹിക്കുക. ഒരു ലീഡറായിട്ട് എന്ത് ചെയ്യുക? ഒരു നേതൃത്വം വഹിക്കുക. ദെൻ അവരുടെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് മാത്രമല്ല എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഈ ജൂനിയർ സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്.
ഓക്കെ ആണോ മൂന്നാമത്തെ പോയിന്റ്? കുഴപ്പമില്ല മൂന്നാമത്തെ പോയിന്റ്? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ഓക്കെ, ഇന്ന് നിങ്ങൾ ആ ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് 3 പോയിന്റ് വായിക്കാം. സ്വയം ഒന്ന് വായിച്ചു നോക്കിയിട്ട് മീനിങ് ഒന്ന് മൈൻഡിൽ കാണാം കേട്ടോ. 3 പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞില്ലിപ്പോ, ആ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് വായിച്ചല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിത് നെക്സ്റ്റ് 3 പോയിന്റ് പറയാം, നോക്കാം. It is responsible for purchasing and servicing of ICU equipments. അതിന്റെ മീനിങ് പിടിയിട്ട് കാണുമല്ലോ അല്ലെ? എന്താണ് ആ പോയിന്റിൽ പറയുന്നത്? പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ICU equipments. എന്താണ് അവിടെ പറയുന്നത്? ഐസിയുലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ, ഐസിയുയിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എക്യുപ്മെന്റ്സ് ആകാം അല്ലെ, അതർ വേറെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ICU-മായിട്ട് അല്ലെങ്കിൽ മെഡിസിൻസോ കാര്യങ്ങളൊക്കെ ആകാം. അതെല്ലാം പർച്ചേസിങ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് വല്ല സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ സർവീസസ് ചെയ്യുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്തം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Should initiate research and be recognized an authority. ഇവിടെ പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുക, അതായത് നേതൃത്വം നൽകുക. റിസർച്ച് മീൻസ് എന്താണ്? ഗവേഷണങ്ങള്, നമ്മളെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ? ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മള് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും അല്ലെ, ഒരു വിഷയത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുക? ഗവേഷണങ്ങൾ നടത്തുക. ഇപ്പോ എന്താണ് പേഷ്യന്റുമായിട്ട് സംബന്ധിച്ച് വരുന്ന വല്ല അസുഖങ്ങളുടെയോ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഗവേഷണം ചെയ്യുക, അതായത് ഗവേഷണങ്ങൾ നടത്തുക. അതാണ് അവിടെ പറയുന്നത് കേട്ടോ, വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല. അത് റിസർച്ചുകൾ നടത്തുക. ലാസ്റ്റ് പോയിന്റ് നോക്കാം. Should review all treatment regimen with the staff. അല്ലെ, റെജിമെൻ മീൻസ് എന്താണ്? റെജിമെൻ കേട്ടിട്ടുണ്ടോ? റെജിമെൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? മാം ഫിഫ്ത്ത് പോയിന്റ് പറയുന്ന സമയത്ത് സൗണ്ട് പോയായിരുന്നു. ആണോ? ഓക്കെ, ഇപ്പോ സൗണ്ട് അങ്ങനെ വല്ല കട്ട് ആവുന്നുണ്ടോ നമുക്ക് ക്ലാസ്സിന് ഇടയ്ക്ക്? ഇല്ല, ഇപ്പൊ മാത്രമേ പോയിട്ടുള്ളൂ. ഇപ്പൊ ഓക്കെ അല്ല? ഓക്കെ, നമുക്ക് ചിലവരൊക്കെ പ്രോബ്ലം വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചത്, ഇടയ്ക്ക് ഒന്ന് അതെന്തെങ്കിലും ഒരു നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ, നമുക്ക് ശരിയാക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചത് അങ്ങനെ വല്ല കട്ട് ആവുന്നുണ്ടോന്ന് അല്ലെ? ഇടയ്ക്കൊന്ന് വോയിസ് ഇതാവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? വോയിസ് ഭയങ്കരമായിട്ട് ലോ ആവുന്നുണ്ട് മാം. പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ശരിയാക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഒട്ടും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒന്ന് കമന്റ് ഇടമാട്ടോ. ഞാൻ കമന്റ് കണ്ട് നോക്കിയതാ, എന്താ അങ്ങനെ സൗണ്ട്? ഓക്കെ, ഞാൻ പ്രോപ്പറായിട്ട് തന്നെ പറയുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു നമ്മുടെ കണക്ഷന്റെ ആയിരിക്കും. നമ്മളൊന്ന് ഒരു മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കുറച്ച് ക്ലിയർ ആക്കാനുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പോ ലാസ്റ്റ് പോയിന്റ് നോക്കാം. Should review all treatment regimen with staff. വോയിസ് പോയായിരുന്നോ? ഇല്ല. റെജിമെൻ എന്ന് പറഞ്ഞാല് ക്രമമായിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടയായിട്ട്, എന്താ പറയാ, മക്കയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പറയില്ലേ അല്ലെ? അങ്ങനെ ക്രമമായിട്ട് ഒരു ചിട്ടയോട് കൂടി ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഈ റംസിയ എന്താ മനസ്സിലാകുന്നില്ല എന്ന് കമന്റ് ഇട്ടായിരുന്നു. ഏതാണ് മനസ്സിലാകാത്തത്? അഞ്ചാമത്തെ പോയിന്റ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് നടത്തുക, അതായത് ഗവേഷണങ്ങൾ നടത്തുക. ഓരോ
നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്യാറില്ലേ, ഓരോ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ കുറിച്ച് കുറച്ച് സ്റ്റഡീസ് നടത്തുക, അല്ലെങ്കിൽ ഇപ്പോ സർവേസുകളൊക്കെ നടത്തി അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അത് തന്നെ. അതായത് ഒരു റിസർച്ചുകളും കാര്യങ്ങളും നടത്തുക. അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. റിസർച്ചുകൾ നടത്തുക, അതായത് ഇപ്പൊ ഏതെങ്കിലും അസുഖങ്ങളെ പറ്റി ആകാം അല്ലെ, അങ്ങനെയുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ലാസ്റ്റ് വൺ നോക്കാം. should review all treatment regimen with staff. Regimen means ചിട്ടയായ അല്ലെങ്കിൽ ക്രമമായിട്ടുള്ള. അപ്പോ പറയുന്നത് ലാസ്റ്റ് പോയിന്റ് നോക്കാം. എല്ലാ ചികിത്സയും, അതായത് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സിന്റെ ഒരു ചിട്ടയായിട്ടുള്ള റെജിമെന്റ്സ് ജീവനക്കാരുമായിട്ട് എന്ത് ചെയ്യണം, ഒരു അവലോകനം ചെയ്യുക. അതായത് ഓരോ പ്രോപ്പർ ആയിട്ട് ഡേ ടു ഡേ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നില്ലേ, അതെല്ലാം ക്രമമായിട്ട് എന്ത് ചെയ്യുക, അതിനെ ക്രമമായിട്ട് നിരീക്ഷിക്കുകയും അത് മറ്റ് സ്റ്റാഫുകളുമായിട്ടൊരു അവലോകനം നടത്തണം. ഈ പേഷ്യന്റിന് ഇത് നമുക്ക് ഇതുവരെ ട്രീറ്റ്മെന്റ്സ് കൊടുത്തു, അല്ലെങ്കിൽ ഇതുവരെ ഇത്ര മെഡിസിൻസ് നമ്മൾ കവർ ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ഇഞ്ചക്ഷൻസ് നമ്മൾ കവർ ചെയ്തു എന്നൊക്കെയുള്ള ആ കൃത്യമായിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് മറ്റു സ്റ്റാഫുകളുമായിട്ടൊരു റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുക. പക്ഷെ അവരോട് കൂടി ബോധിപ്പിക്കുക, ജസ്റ്റ് അവരോട് കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത് പറയുക. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ ആണോ ലാസ്റ്റ് പോയിന്റ്? ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിയ എത്ര പോയിന്റ്സ് ഉണ്ട്? 6 പോയിന്റ്സ് ഉണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റീസ്. ഇനി നിങ്ങളൊന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഓരോ പോയിന്റ്സും വായിക്കുക, അതിന്റെ മീനിങ് ഒന്ന് നിങ്ങൾ മൈൻഡിൽ കാണുക കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. നിങ്ങൾ എല്ലാവരും തന്നെ വായിക്കാം കേട്ടോ. ഓക്കെ, വായിച്ചു എല്ലാവരും? മൂന്നാമത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത മാം. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവരും? കാണുന്നുണ്ട്. ആണ്, ചിലർക്ക് നമുക്ക് കമന്റ് കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ബാക്കി ഓൾറെഡി എല്ലാവർക്കും കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നില്ലെങ്കിൽ അത് നമ്മുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ, ഒന്ന് നോക്കണേ എന്താ കാണാൻ പറ്റാത്തത്, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. മൂന്നാമത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാമത്തെ ഒന്നും കൂടി പറയോ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു ക്ലാസ് ലീഡർ, ക്ലാസ്സിന് നേതൃത്വം വഹിക്കുന്ന ഒരാളാണല്ലോ ലീഡർ എന്ന് പറയുന്നത്, മറ്റു കുട്ടികളുടെ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നത്. അതുപോലെ നമ്മള് ഒരു ICUല് ഇൻചാർജിന് താഴെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ, ടെക്നീഷ്യന്മാരുണ്ട്, സ്റ്റാഫുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ അവരുടെ കാര്യങ്ങൾ അവര് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ എന്ന് അവരൊരു മേൽനോട്ടം വഹിക്കുക, ഒരു സൂപ്പർവിഷൻ ചെയ്യുക. അവർക്ക് അതിനുള്ള ടീച്ചിങ്ങും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ ഓക്കെയാണോ, അവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ഒരു സൂപ്പർവിഷൻ ചെയ്യുക, മേൽനോട്ടം വഹിക്കണം. ദെൻ നമ്മള് പറഞ്ഞത് അവരുടെ പേഷ്യൻസിന്റെ കെയർ മാത്രമല്ല, ഇങ്ങനെ ഒരു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല ICUല്. ഇതിനെല്ലാം നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്നതായിട്ട്, അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സ് പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സിനെയും ഈ സ്റ്റാഫുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. റംല, ക്ലിയർ ആയോ? അതായത് ടീച്ചിങ് നടത്തുക, അതായത് ഒരു നേതൃത്വം കൊടുക്കണം. കൂടാതെ തന്നെ സ്റ്റാഫിന്റെ പേഷ്യൻസിന്റെ കെയർ മാത്രമല്ല, അവിടെയുള്ള എക്യുപ്മെന്റ്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമുക്ക് നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത് ക്ലിയർ ആവണമെന്നില്ല. സോ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ഓക്കെ ആവും. പിന്നെ നിങ്ങള് മിനിമം പറഞ്ഞു തരും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ, പിന്നെ കുഴപ്പമില്ല. നമ്മൾ കുറെ ഗ്യാപ്പൊക്കെ ഇട്ട് വരുന്നവരൊക്കെ ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ടേം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണുന്നതല്ലേ നിങ്ങള്, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ, അത് മാറിക്കോളും. ഓക്കെ, നമ്മളിപ്പോ റെസ്പോൺസിബിലിറ്റീസ് വരെ എടുക്കുന്നുള്ളൂ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയല്ലോ. ഇനി നമുക്ക് വരുന്നതേ അഡ്മിനിസ്ട്രേഷനിൽ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങളും
ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അല്ലെ, നമ്മളിപ്പോ ഇൻചാർജിന്റെയാണ് പറഞ്ഞത്. ദെൻ സെക്രട്ടറിയുടെ ഡ്യൂട്ടി കൂടി വരുന്നുണ്ട്. നമ്മൾ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാപ്റ്റർ തീരെയാണ് കേട്ടോ. ഇത്ര ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്റർ, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നമ്മള് ഫസ്റ്റ് തുടക്കത്തിൽ തുടങ്ങി ഇതുവരെ എടുത്തത് ഓക്കെ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ റെസ്പോൺസ് ഇല്ലല്ലോ. നിങ്ങളുടെ ഫസ്റ്റ് ഒരു എ ബാച്ച് ഉണ്ട് നിങ്ങളുടെ തന്നെ, അവര് നല്ല സ്മാർട്ടാണ്. എല്ലാവരും പെട്ടെന്ന് ഇവിടെ ആൻസർ ഒക്കെ പറയും. നിങ്ങൾ കുറച്ച് സ്മാർട്ട് ആവണം കേട്ടോ. ഉച്ച ടൈം ആയതുകൊണ്ടാണ് ഉറപ്പൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെയാണ് മാം. എല്ലാരും കൂടെ പറഞ്ഞ പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ മ്യൂട്ട് ആക്കൂല. ഓക്കെ ഓക്കെ, എങ്കിലും നിങ്ങള് ഓരോരുത്തരുടെ പറയാൻ വായിക്കാനൊക്കെ പറയുമ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തർ വായിച്ചോളൂ കേട്ടോ. നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കട്ടെ. നിങ്ങൾ തുടക്കം തന്നെ ഇങ്ങനെ ഇതായിട്ട് ഡള്ളായിട്ടിരിക്കാൻ പാടില്ല. കോഴ്സ് തുടങ്ങിയിട്ടുള്ളൂ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും കുറച്ച് കഴിയുമ്പോ ഉറക്കം വരികയാണ് മാം. വല്ല കേസ് നമുക്ക് എന്താണ്, അതൊക്കെ നമുക്ക് സ്വയം എന്താ പറയാ കൺട്രോൾ ചെയ്യണ്ടേ. നമ്മൾ എന്തായാലും നിങ്ങൾ പൈസ കൊടുത്ത് ക്യാഷ് ഇതായിട്ട് നമ്മൾ പഠിക്കാണ്. നമുക്കൊരു ജോലി വേണമെന്നുള്ള ലക്ഷ്യമല്ല എല്ലാവർക്കും. വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലല്ല, ഉച്ചക്ക് ശേഷം ആയതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞങ്ങള് ടീച്ചേഴ്സിന് ഓർക്കം വരില്ലേ? ഞങ്ങള് രാവിലെ തുടങ്ങി ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങളെ പോലെ ഇങ്ങനെ ക്ലാസ് ഒരാളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് ഞങ്ങൾക്കുള്ളത് അല്ലെ. അപ്പൊ ഞങ്ങളും ഉറക്കം വന്ന് ഉറങ്ങിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ഉറക്കത്തിനൊക്കെ കൺട്രോൾ ചെയ്യണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കണം. പിന്നെ നമുക്കറിയാം ഒരു എന്താ പറയാ എല്ലാ എഡ്യൂക്കേഷൻ ഒരേപോലെ അല്ല പഠിക്കാനുള്ള സാഹചര്യമൊക്കെ അല്ലെ. സോ അതൊക്കെ നമ്മൾ എന്തായാലും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ ഒരു കോഴ്സ് എടുക്കുന്നത്. സോ അത് നമുക്ക് അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലെ. നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്ത് ഇതിന്റെ പരീക്ഷയിലൊക്കെ ജയിക്കണം, ദെൻ ഇന്റർവ്യൂ ഒക്കെ പാസ് ആവണം, എന്നിട്ടല്ലേ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ തന്നെ, നമുക്ക് എന്തോരം സ്ട്രെയിനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ തരണം ചെയ്യണം. നമുക്കൊരു ജോലി വേണം എന്തൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, മൺഡേ ക്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യോ കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞായിരുന്നോ? ഓക്കെ, ഇൻഫോം ചെയ്യോ കേട്ടോ. നമുക്കത് കറക്റ്റ് ആയിട്ട് അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് അത് ഇൻഫോർമേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമ്പോ ഇതുവരെ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കാം. എന്താണ്? ഓക്കെ, എല്ലാ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകള് ഇഷ്ടപ്പെട്ടു. ഓക്കെ മാം, നല്ല ക്ലാസ് ആണ് എല്ലാവരുടെയും. മാം പോയോ? താങ്ക് യു മാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ഇതാട്ടോ, ICUവിനെ കുറിച്ച് പറയുന്നത്.